ഹേയ് ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ സമയം രാവിലെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി മോർണിംഗ് റൈഡ് ടു വൈക്കം കേട്ടോ. അങ്ങനെ നമ്മൾ വൈക്കം റൗണ്ട്സിലെത്തി കേട്ടോ. ഇതാണ് വൈക്കം റൗണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുത്താലാണ് നമ്മുടെ എറണാകുളം റൂട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് കട്ട് ചെയ്യുവാണ്. അങ്ങനത്തെ നമ്മൾ ഈ വൈക്കം റൗണ്ട് എടുത്തിട്ട് അവിടുന്ന് ലെഫ്റ്റ് നേരെ ചെല്ലുന്നതാണ് വടക്കേ നട. അമ്പലത്തിൻ്റെ വടക്കേ നട കേട്ടോ ഈ നേരെ കാണുന്നത്. അപ്പോൾ നമ്മളത് ചുറ്റി നേരെ അപ്പുറേ വൈക്കം ബീച്ചിലേക്കാട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം റൈഡ് ചെയ്യുന്ന ഈ വഴി പടിഞ്ഞാറേനട റോഡ് എന്നാട്ടോ പറയുന്നത്. അതായത് നമ്മുടെ വൈക്കം ബോട്ട് കെട്ടി അല്ലെങ്കിൽ നമ്മുടെ വൈക്കം ബീച്ചിലേക്കൊക്കെ പോകുന്ന ആ വഴിക്ക് നേരെ കിടക്കുന്ന നടയാണ് പടിഞ്ഞാറേ നട. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ പോയിന്റിലെത്തി. വൈക്കം ബീച്ച് കേട്ടോ. ഇത് അപ്പുറം വരെയുണ്ട്, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അവിടെയാണ് ഒരു ചെറിയ ഗ്രൗണ്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇതാണ് വൈക്കം ബോട്ട് ചെട്ടി. അതിൻ്റെ അപ്പുറം കാണുന്നതാണ് പഴയ ബോട്ട് ചെട്ടി. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ആക്സസ് ഇല്ല കേട്ടോ. നേരത്തേക്ക് അങ്ങോട്ട് പോകുമായിരുന്നു, ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജങ്കാർ ഫെറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ആ സംഭവം ഇല്ലായിരുന്നു, ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ വൈക്കം കായലിൻ്റെ ഒരു കാഴ്ചയൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ രാവിലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഓളം കണ്ടോ. അത് കാറ്റടിക്കുന്നല്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ബോട്ട് വന്നതിൻ്റെ ഓളമാണ്. രാവിലെ കായൽ ഭയങ്കര സൈലൻ്റ് ആട്ടോ. ഈ സമയത്ത് നല്ല പോളയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോളയൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര സ്റ്റില്ലായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ ബോട്ട് വരുന്നതും പോകുന്നതൊക്കെ ആ ഒരു കാഴ്ച. അപ്പോൾ ഓരോ 10-15 മിനിറ്റൊക്കെ കൂടുമ്പോൾ രാവിലെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് നമ്മുടെ തമണക്കടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് പോകുന്നതും വരുന്നതൊക്കെ ഒരു കാഴ്ച നല്ല രസമാണ് കേട്ടോ. പ്രാവുകളും അതുപോലെ തന്നെ പരുന്തുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ആൾക്കാർ മീൻ പിടിക്കാനായിട്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറിയ വള്ളങ്ങൾ കാണാം കേട്ടോ നിർത്തിയിട്ടേങ്ങനെ. ഉണ്ടോ, ഇതെല്ലാം അഷ്ടമി സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഫുള്ള് വേസ്റ്റ് ആട്ടോ ഗൈസ്. ഇത് ഫുള്ള് കടകളാട്ടോ. അഷ്ടമി പ്രമാണിച്ച് വരുന്ന കടകളാണ്. അപ്പോൾ നമ്മുടെ നേരെ കാണുന്നതാണ് വൈക്കം ബീച്ച് ഗ്രൗണ്ട് ആട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ അഷ്ടമിയുടെ സമയത്ത് ഫെസ്റ്റൊക്കെ യൂഷ്വലി വരുന്നത്. രാവിലെ പ്രാവും കാക്കയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ അഷ്ടമി ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം ഇതിങ്ങനെയാണ് സംഭവം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 50 രൂപയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് കയറണമെങ്കിൽ 100 രൂപയെന്നാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ജൈൻറ്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അതിനെല്ലാം വേറെ എക്സ്ട്രാ പേയ്മെൻറ്റാണ്.
അപ്പോൾ ഇതാണ് രാവിലത്തെ വൈക്കം ബീച്ചിലെ കാഴ്ചകൾ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ജവാൻ്റെ കടയുണ്ട് കേട്ടോ. ജവാൻ്റെ ഹോട്ടലാണ്, 24 hour കേട്ടോ. അപ്പോൾ അവിടെ ചെന്നൊരു ചായയും കുടിച്ച് നമ്മൾ നേരെ തിരിച്ചു പോകാം കേട്ടോ. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ ഇവിടെ രാവിലെ അപ്പവും മുട്ടക്കറിയും കടലയാട്ടോ ഇവരുടെ ഒരു ഫേമസ് ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ രാവിലെ നമ്മളത് കഴിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ചൂട് ചായ കുടിക്കാൻ പോകട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് വെച്ച് അമ്പലക്കുളം കൂടി ഒന്ന് കണ്ടിട്ട് റിട്ടേൺ പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു 50 കിലോമീറ്റർ മോർണിംഗ് റൈഡ്. അപ്പോൾ വൈക്കത്തെ കുറച്ച് കാഴ്ചകൾ വൈകിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.